നിങ്ങൾ എല്ലാവരും തന്നെ ഇന്നലെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ വെച്ച് നടന്ന ലോക സമാധാന ഉച്ചകോടി. ലോകത്തിലെ എല്ലാ നേതാക്കളും തന്നെ, എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും തന്നെ പങ്കെടുത്തിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അത്. ഗാസയിലെയും അതേപോലെ തന്നെ ഇസ്രായേലിലെയും ജനങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കൊരു ശമനമുണ്ടാവുക. ട്രംപിൻ്റെ ഉദ്ദേശശുദ്ധി എന്ത് തന്നെ ആയിരുന്നാലും ഇത് പ്രാവർത്തികമാക്കുമ്പോൾ വരുന്നൊരു ഫലമുണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഒരു സമ്മേളനം പ്രാധാന്യം അർഹിച്ചതും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നലെ പങ്കെടുത്തിട്ടുള്ള ലോക നേതാക്കന്മാരുടെ ഒരു നീണ്ട നിര. ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അയർലൻഡ്, അറബ് രാജ്യങ്ങൾ, അങ്ങനെ എല്ലാ ലോക രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റാണ് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക എന്നതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് പ്രത്യേകം ക്ഷണിച്ചിട്ടുകൂടെ അദ്ദേഹം അതിൽ പോകാൻ വിസമ്മതിക്കുകയാണുണ്ടായത്. അതുമാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പ്രധാനമന്ത്രിക്ക് പകരമായിട്ട് പോകുന്ന വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ പോലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഇന്ത്യ മാത്രമല്ല ഇതിൽ പങ്കെടുക്കാത്തത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇതിൽ പങ്കെടുത്തിട്ടില്ല. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിൽ പങ്കെടുത്തിട്ടില്ല. അതിലൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കാർക്കും സാധിക്കില്ല. അത് കാത്തിരുന്ന് കാണാനേ സാധിക്കുകയുള്ളൂ. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കയിൽ വെച്ച് നടന്ന UN സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളും നേതാക്കന്മാരുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നത് പോലെ കൂവിക്കൊണ്ട് ഒരു ലോക നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ലോക പ്രതിനിധികൾക്ക് ചേരാത്ത വിധത്തിൽ കോളേജിലെ പിള്ളേരൊക്കെ കാണിക്കുന്നത് പോലെ ഒരു സമരമുറയെടുത്തുകൊണ്ട് കൂവിക്കൊണ്ട് സമ്മേളന വേദിയിൽ നിന്നും പുറത്തേക്ക് പോവുക. അങ്ങനെയുള്ള ലോക നേതാക്കന്മാരെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ കൈകൊടുക്കാനോ അദ്ദേഹത്തിന് സാധിക്കില്ലായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾക്കായിരുന്നു പ്രാധാന്യമെങ്കിലും രണ്ട് കാര്യങ്ങൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഊട്ടി ഉറപ്പിക്കുന്നതിന് ഈ ഒരു വേദി കാരണമായി. രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊന്നാമത്തേത് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പവർ എന്താണെന്ന് കാട്ടിത്തരുന്നതായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കന്മാരുടെ ഇടയിലുള്ള സ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, അദ്ദേഹത്തിലൂടെ നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുന്ന നേട്ടമൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിലൂടെ തന്നെ ലോകം ഇന്നലെ മനസ്സിലാക്കി. രണ്ടാമത്തേത്, പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിൻ്റെ സ്ഥാനം ലോകത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നു കാട്ടപ്പെട്ടു. നമ്മളൊന്നും തന്നെ പറയാതെ, നമ്മളൊന്നും തന്നെ പ്രവർത്തിക്കാതെ തന്നെ ആ രാജ്യം വെറും ഒരു പൊള്ളയാണെന്നും ഇന്നലെ വരെ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നതൊക്കെ തന്നെ വെറും നുണയാണെന്നും വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ ആ വേദിയിലൂടെ കണ്ടത്. കാരണം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വേദിയിൽ നിന്നും പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം മുഴുവനും ഡൊണാൾഡ് ട്രംപിനെ അങ്ങ് പാടി പുകഴ്ത്തുകയാണ്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കേട്ട് പുകഴ്ത്തുന്നവനും കേൾക്കാതെ കുറ്റം പറയുന്നവനും ഏറ്റവും വലിയൊരു ശത്രുവായിരിക്കുമെന്ന്. അവനെ 7 അയലത്തടുപ്പിക്കാൻ കൊള്ളില്ലെന്നാണ്. പക്ഷേ ഇത് ട്രംപ് ആത്മാഭിമാനത്തോടുകൂടെ കേട്ടു നിൽക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇതോടുകൂടെ അവിടെ നിന്നിരുന്ന ലോക നേതാക്കന്മാരും കേട്ടുകൊണ്ടിരുന്ന ലോകത്തിലെ സർവ്വജനങ്ങൾക്കും മനസ്സിലായി ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന്. ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പമ്പര വിഡ്ഢിയാകുന്നൊരു കാഴ്ച കൂടെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. കാരണം ഷെഹ്ബാസ് ഷെരീഫ് പ്രസംഗിക്കുകയാണ്, ആണവായുധ യുദ്ധത്തിൽ നിന്നും കോടാനുകോടി ജനങ്ങളെയാണ് ട്രംപിൻ്റെ ഇടപെടൽ മൂലം രക്ഷപ്പെടുത്തിയതെന്ന്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ അടുത്ത് ആണവായുധമുണ്ടെന്ന് ലോകം മുഴുവനും അറിയാവുന്നതാണ്. എന്നാൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയോ ഇവിടുത്തെ ഭരണാധികാരികളോ ഞങ്ങളുടെ അടുത്ത് ആറ്റം ബോംബുണ്ട്, ഞങ്ങൾ പാകിസ്ഥാനെ ഭസ്മമാക്കി കളയും എന്നൊരിടത്തും ഒരിക്കൽ പോലും പറയാറില്ല. എന്നാൽ പാകിസ്ഥാൻ ഇതൊക്കെ പറയാറുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ നിലം തൊടാൻ അവസരം കൊടുക്കാതെ പാകിസ്ഥാനെ പറപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആണവായുധ ശേഖരത്തിനും കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതായിരുന്നു അന്ന് കേട്ട വാർത്ത. അത് സ്ഥിരീകരിക്കുന്നത് പോലെ തന്നെയായിരുന്നു അയാളുടെ പ്രസംഗവും. പ്രസംഗിച്ച രീതി ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെ പാകിസ്ഥാന്റെ ആറ്റം ബോംബ് വർഷത്തിൽ നിന്നും രക്ഷിച്ചെടുത്തത് ട്രംപിന്റെ ഇടപെടൽ മൂലമാണെന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ വേദിയിൽ നിന്ന് എല്ലാ ലോക നേതാക്കന്മാരും ഇയാളുടെ പ്രസംഗത്തെ വളരെ പരിഹാസപൂർവ്വമാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അതോടുകൂടെ അവർക്കൊരു കാര്യം ബോധ്യമായി, നരേന്ദ്രമോദിയുടെ കൈകളിൽ നിന്ന് ഇയാളെയും കൂടെയുള്ളവരുടെയും തല രക്ഷിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ട്രംപിനെ നിർത്തി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നതെന്ന്.